പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉള്ള ഒരു ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുകും 1/4 സ്പൂൺ ഉലുവ കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കണം. അതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചി, ഒരു 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ അളവിനെ ഉണ്ടാക്കുന്നുള്ളൂ, 2 ബീട്രൂട്ടിനെ ഉണ്ടാക്കുന്നുള്ളൂ, അതിനുള്ള കണക്കാണ് പറയുന്നത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ മൂത്ത് വരണം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. അതിൻ്റെ കൂടെ 1 സ്പൂണോളം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, 2 വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചെറുതായിട്ട് ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീട്ടത്തിൽ വേണ്ടവർക്ക് കനം കുറഞ്ഞ നീട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5-10 മിനിറ്റ് മതിയാവും നമ്മുടെ ഈ ബീട്രൂട്ട് വെന്ത് കിട്ടാൻ. ചെറുതായിട്ടല്ലേ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായിട്ട് വെന്ത ശേഷം ഇതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര ഇത്രയാണ് ചേർക്കുന്നത്. പഞ്ചസാര ഏറ്റവും അവസാനം ചേർത്താലും മതി കേട്ടോ. നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വിനാഗിരി ചേർക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്താലും മതി. പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 5 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഈ വിനാഗിരി ഒന്നങ്ങ് വറ്റി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ്. ചോറിന് കുറച്ച് എരിവും പുളിയും മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്